സ്വാഗതം. വ്യത്യസ്തത ഇഷ്ടപ്പെടുന്നവരാണ് നമ്മൾ മലയാളികൾ, ഭക്ഷണകാര്യത്തിൽ പ്രത്യേകിച്ച്. അപ്പോൾ ഏത് കാര്യം ചെയ്യുമ്പോഴും അത് വ്യത്യസ്തമായി ചെയ്യാനാണ് നമ്മളെല്ലാവരും തന്നെ ശ്രമിക്കുന്നത്. അപ്പം നാടൻ വിഭവങ്ങൾ തന്നെ ധാരാളമായിട്ട് നമുക്ക് ചുറ്റുമുണ്ട്. നമ്മളുടെ മുത്തശ്ശിമാരും അമ്മമാരും ഒക്കെ പറഞ്ഞു തന്ന് പല 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 വിഭവങ്ങൾ ഇപ്പോൾ തലമുറകൾ കൈമാറി വരുന്ന വിഭവങ്ങൾ. പക്ഷേ അതുപോലും ചിലപ്പോൾ ഒരു പക്ഷേ നമ്മളുടേതായ മാറ്റങ്ങളോടുകൂടിയായിരിക്കും ചിലപ്പോൾ നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ജനറേഷനിലെ ആൾക്കാർക്കെല്ലാം തന്നെ ഇംപ്രൊവൈസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അവരുടേതായ കുറച്ച് കാര്യങ്ങളൊക്കെ അതിലേക്ക് കുറേ ചേരുവകളൊക്കെ ചേർത്ത് അല്ലെങ്കിൽ ചെറിയ മാറ്റത്തോടു കൂടിയൊക്കെ ഉണ്ടാക്കുക എന്നുള്ളത് ഒരു പ്രത്യേക രീതിയാണത്. അപ്പോൾ അത്തരം പരീക്ഷണങ്ങൾക്കും ഇപ്പോഴത്തെ വീട്ടമ്മമാർ തയ്യാറാണ്. അപ്പോൾ നാടൻ വിഭവങ്ങൾ എന്നും പ്രിയപ്പെട്ടതാണ്. അപ്പോൾ കൊഴുക്കട്ട എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നാടൻ വിഭവമാണ്. അത് നമ്മൾ രാവിലെ പ്രാതലിനുണ്ടാക്കും, അതല്ലെങ്കിൽ 4 മണി പലഹാരം ആയിട്ടുണ്ടാക്കും. അപ്പോൾ ഈ കൊഴുക്കട്ട എന്ന് പറഞ്ഞാൽ അത് പലതരം കൊഴുക്കട്ടകളുണ്ട്. ഇപ്പോൾ മാജിക് അവനിൽ തന്നെ നമ്മൾ വ്യത്യസ്തമായ പലതരം കൊഴുക്കട്ട തയ്യാറാക്കിയിട്ടുണ്ട്. മധുരമുള്ള കൊഴുക്കട്ട, മധുരമില്ലാത്തത്, എന്താ പറയുക, കുറച്ച് മസാലയൊക്കെ വഴറ്റി ചേർത്ത് അങ്ങനെ ഉണ്ടാക്കിയത്, മസാല കൊഴുക്കട്ട, അത്തരം കാര്യങ്ങൾ. പിന്നെ തമിഴ്നാടിൻ്റെ പ്രത്യേകതകളായിട്ടുള്ള അല്ലെങ്കിൽ തമിഴ്നാടിൻ്റെ സ്പെഷ്യാലിറ്റി ആയിട്ടുള്ള ചിലതരം അങ്ങനത്തെ കൊഴുക്കട്ടാസ്, അങ്ങനെ ഒരുപാട് വ്യത്യസ്തമായ വെറൈറ്റീസ് നമ്മൾ പരീക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പറഞ്ഞപ്പോൾ ഒരു കാര്യം മനസ്സിലായി, കൊഴുക്കട്ട തന്നെയാണ് നമ്മുടെ ആദ്യത്തെ വിഭവം. പക്ഷേ ഇതും വ്യത്യസ്തമായൊരു കൊഴുക്കട്ട. ഇത് അരി കൊണ്ട് തയ്യാറാക്കുന്നതാണ്. ബോയിൽഡ് റൈസ്, നമ്മുടെ ചമ്പാവരിയിൽ തയ്യാറാക്കാൻ പറ്റിയൊരു കൊഴുക്കട്ട. പക്ഷേ കുറച്ച് സ്പൈസി ആയിട്ട് വ്യത്യസ്തമായ രീതിയിലാണ് നമ്മളിത് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ പേര് കുറച്ച് വ്യത്യാസമായിക്കോട്ടെ, ചമ്മന്തി കൊഴുക്കട്ട എന്ന് നമുക്ക് പേരിടാം. അപ്പോൾ ചമ്മന്തി കൊഴുക്കട്ട എന്താണത്? കൊഴുക്കട്ടയ്ക്ക് അകത്ത് ചമ്മന്തിയാണോ പുറത്താണോ ചമ്മന്തി എന്താണെന്നൊരു സസ്പെൻസ് തോന്നില്ലേ? എന്തായാലും നമുക്കൊന്ന് കണ്ടു നോക്കാം എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ ചമ്മന്തി കൊഴുക്കട്ട അതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ചമ്പാവരി 1 കപ്പ് വെള്ളത്തിൽ കുതിർത്തത്, തേങ്ങ ചിരകിയത് 3 കപ്പ്, ജീരകം 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, വറ്റൽമുളക് 8 എണ്ണം, സവാള 1 വലുത് അരിഞ്ഞത്, ചെറിയ ഉള്ളി 6 എണ്ണം നീളത്തിലരിഞ്ഞത്, വെളിച്ചെണ്ണ 1.5 ടേബിൾ സ്പൂൺ, കറിവേപ്പില ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്, വെള്ളം 4 കപ്പോളം. അപ്പോൾ നമ്മളുടെ ചമ്മന്തി കൊഴുക്കട്ട തയ്യാറാക്കി തുടങ്ങാം. അപ്പോൾ പ്രധാനമായിട്ട് വേണ്ടത് ഇത് ബോയിൽഡ് റൈസ് അഥവാ നമ്മുടെ ചമ്പാവരി 1 കപ്പ് അല്ലെങ്കിൽ 1 നാഴി ആയാലും കുഴപ്പമില്ല, രണ്ടും ചെറിയ വ്യത്യാസമല്ലേ ഉള്ളൂ. അപ്പോൾ അത് വെള്ളത്തിലിങ്ങനെ കുതിർക്കുക, ഒരു 2 മണിക്കൂർ കുതിർത്തിട്ട് നന്നായിട്ട് ഊറ്റി നന്നായിട്ടൊന്ന് എന്താ പറയുക, നന്നായിട്ട് പേസ്റ്റ് പോലെ അരയരുത്, തരിതരിപ്പായിട്ട് കുറച്ച് തരിയോടുകൂടി അരച്ചെടുക്കണം. അങ്ങനെ നമ്മൾ അരച്ചെടുത്ത അരിയാണിത്, കുതിർത്ത അരി. അപ്പോൾ കൊഴുക്കട്ടയ്ക്ക് വേണ്ടി അരച്ച മാവ്, അതായത് നമ്മൾ അരി വെള്ളത്തിൽ കുതിർത്ത് ചമ്പാവരി 1 നാഴി അല്ലെങ്കിൽ 1 കപ്പ് വെള്ളത്തിൽ 2 മണിക്കൂർ കുതിർത്ത് നല്ല അധികം വെള്ളമൊന്നുമില്ല, നല്ല ടൈറ്റായിട്ട് കട്ടിക്ക് അരച്ചെടുത്താണ്. ഇച്ചിരി ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ച് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കൊരു ചമ്മന്തി കൊഴുക്കട്ടയല്ലേ, അപ്പോൾ ചമ്മന്തി പോലൊരു കാര്യം വേണ്ടേ? അതിനാവശ്യമുള്ള, അതായത് അതിൻ്റെ ഗ്രേവിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മസാലയ്ക്ക് വേണ്ടി ഒരു 3 കപ്പ് തേങ്ങ ചിരകിയതും, അതിനോടൊപ്പം പിന്നെ എരിവിൻ്റെ കാര്യം ഞാൻ പറയാണ്, 6 മുതൽ 10 വറ്റൽമുളക് വരെ ആകാം. കുറച്ച് സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ 10 വറ്റൽമുളകാകാം, അല്ലെങ്കിൽ 6 മതി, 6 7. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ നല്ല ജീരകം. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി പേസ്റ്റ് രൂപത്തിൽ മഷി പോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം. ആവശ്യാനുസരണം വെള്ളം കൂടി ഒഴിച്ച് ഇത് നന്നായിട്ട് അരച്ചൊരു പേസ്റ്റാക്കി എടുക്കാം. മഷി പോലെ അരച്ചിട്ട് വരും, അതുവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ അരപ്പ് ഇവിടെ റെഡിയായി കഴിഞ്ഞു, അരച്ചെടുത്തിരിക്കുകയാണ്. നല്ല മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ ചമ്മന്തി ഗ്രേവി. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ച് അതിലേക്ക് തീ കത്തിച്ച് കൊടുക്കാം. അതിലേക്ക് നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന ഈ ചമ്മന്തി ഗ്രേവി, ഈ തേങ്ങയുടെ കൂട്ട് അതിലേക്ക് ഒഴിക്കാം. നല്ല തിക്കാണ്, ഇപ്പോൾ നല്ല കുറുകുറാന്നാണ് ഇരിക്കുന്നത്, കണ്ടല്ലോ. അരയ്ക്കാൻ ആവശ്യമുള്ള വെള്ളം മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി അല്ലാതെ നമ്മൾ ആവശ്യാനുസരണം വെള്ളം എടുത്ത് വയ്ക്കുക. കുറച്ച് ലൂസായിട്ടുള്ള ഗ്രേവി ആക്കണം. കുറച്ചുകൂടി വെള്ളം ഒഴിക്കാം. ഏകദേശം ഒരു 3 മുതൽ 4 കപ്പ് വെള്ളം വരെ ആകാം. അതിൻ്റെ കൂടെ ഒരു വലിയ സവാള, തീരെ ചെറിയ കഷ്ണമാക്കണമെന്നില്ല, ചെറുതായിട്ടൊക്കെ മുറിച്ചത്, ഒരു ഇടത്തരം ചോപ്ഡ്, ഫൈൻലി ചോപ്ഡ് അല്ല, സാധാരണ അരിയല്ല. നമുക്ക് കറിവേപ്പില വേണ്ടതുണ്ട്, കറിവേപ്പിലയും
പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ ആവശ്യത്തിന് ചേർക്കുക ആദ്യം. കാര്യം നമ്മളുടെ കൊഴുക്കട്ടയിൽ എന്തായാലും കുറച്ച് ഉപ്പുണ്ട്, എങ്കിലും അതിൻ്റെ ഈ ചാറിന് വേണമല്ലോ, ഗ്രേവിക്ക് ഉപ്പ് വേണം. അത് കാരണം കുറച്ച് ഉപ്പ്, ഗ്രേവിക്ക് ആവശ്യമായ ഉപ്പൊക്കെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും വീണ്ടും ചേർക്കാം. പക്ഷെ കൂടിയാൽ കുറയ്ക്കാൻ കുറച്ച് പാടാണ്. ഇത് ആദ്യം കുറച്ചിടാം. അപ്പോൾ നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ, നല്ല തിള വരട്ടെ. ആ തിള വരുന്ന സമയം കൊണ്ട് നമ്മൾ കൊഴുക്കട്ട ഉരുട്ടിയെടുക്കാം. അപ്പോൾ നമുക്കിങ്ങനെ ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഈ കൊഴുക്കട്ട നമ്മൾ സാധാരണ ഇങ്ങനെ ഈ അരി കൊണ്ട് ഉണ്ടാക്കുന്ന കൊഴുക്കട്ട എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ എടുത്തിട്ട് കൈയുടെ ഷേപ്പായിരിക്കും, ഇങ്ങനെയൊക്കെ ഉരുട്ടി ഇങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ വെള്ളത്തിൽ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ട് വേവിച്ചെടുക്കും. ഒരു പ്രത്യേക ഷേപ്പൊന്നും ഉണ്ടാവില്ല, കയ്യിലെ ഷേപ്പായിരിക്കും, ഇങ്ങനെ പിടിച്ച പോലെ ഒരു പിടി മാതിരി തന്നെയാണ്. പക്ഷേ ഇതിപ്പോൾ നമ്മൾ ചെറിയ ഉരുളകൾ ഉരുട്ടുകയാണ്. ഉരുളയുടെ സൈസൊക്കെ നമുക്ക് തീരുമാനിക്കാം എത്ര വേണം, ഏത് സൈസൊന്നുമല്ല, ഒരുപാട് വലിപ്പം വേണമെന്നില്ല. പിന്നെ ചെറുത് ഉരുള എങ്ങനെ തന്നെ ഇടുകയാണെങ്കിൽ ഈ സൈസ് മതി. കുറച്ചുകൂടി വലുതായിട്ട് മുറിക്കുകയാണെങ്കിൽ നമ്മൾ ഉരുളയെ രണ്ടായിട്ട് മുറിച്ചിടും. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ഒന്നുകൂടെ ഒന്ന് മുറിക്കാം. എന്തായാലും നമുക്ക് ഈ രീതിയിൽ ഉരുട്ടിയെടുക്കാം. പല സൈസിലും നോക്കാം. ഒരു യൂണിഫോം പാറ്റേൺ ഞാൻ പ്ലാൻ ചെയ്യുന്നില്ല. എനിക്ക് നിങ്ങൾക്ക് എല്ലാ ടൈപ്പ് കൊഴുക്കട്ട ഉണ്ടാക്കി കാണിക്കണം എന്നാണ്. അതുകൊണ്ട് ചെറിയതായിട്ടുള്ളതും ഉണ്ടാക്കാം, കുറച്ച് വലുതായിട്ടാക്കിയിട്ട് രണ്ടായിട്ട് മുറിച്ചും ചെയ്യാം. അപ്പോൾ ഇച്ചിരി വലുതായിട്ടുള്ള ഉരുട്ടുകയാണെങ്കിൽ അതിനെ ഇങ്ങനെ രണ്ടായിട്ടൊന്ന് മുറിച്ച് വയ്ക്കും, അങ്ങനെയും ചെയ്യാം. അപ്പോൾ സൈസ് അനുസരിച്ചിട്ടാണ് അത് നമ്മൾ ചെറിയ ബോൾസാക്കി ഉരുട്ടിയെടുക്കുക. അപ്പോൾ നമ്മളുടെ അരപ്പിങ്ങനെ തിളച്ചുകൊണ്ടേ ഇരിക്കുവാണ്. തിളച്ച് തുടങ്ങി, നന്നായിട്ട് തിള വന്നു. നല്ല ജീരകത്തിൻ്റെ ഉള്ളിയുടെയൊക്കെ മണം വരുന്നുണ്ട്. കാര്യം നമ്മൾ ഒരു സവാള അരിഞ്ഞ് അതിലിട്ടിട്ടുണ്ട്. പിന്നെ കൊഴുക്കട്ട ഞാൻ ഉരുട്ടി വെച്ചിട്ടുണ്ട്. ചെറിയ സൈസിലുള്ളതെല്ലാം ആ റൗണ്ട് ഷേപ്പിൽ തന്നെ. കുറച്ചുകൂടി വലുതായിട്ട് ഉരുട്ടിയതൊക്കെ രണ്ടായിട്ട് മുറിച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ട് ഷേപ്പിലുള്ള കൊഴുക്കട്ട നമുക്ക് ഇതിലിട്ട് വേവിക്കാം. ഇനി കൊഴുക്കട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന അരപ്പിലേക്ക് ചമ്മന്തി അരപ്പ്, എന്താ പറയുക, ചമ്മന്തി കൊഴുക്കട്ട ആയിക്കൊണ്ടിരിക്കുവാണിത്. ഇനി തവി കൊണ്ട് ഉടനെ അടക്കരുത്. ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് വേകാൻ ആവശ്യമുള്ള വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ 4-5 കപ്പ് വെള്ളം എത്രയാണെങ്കിൽ കുഴപ്പമില്ല, നിറച്ച്, അതായത് ഇതിങ്ങനെ മുങ്ങിക്കിടക്കണം, അതിലേക്ക് താഴ്ന്ന് പോകണം. എന്നിട്ട് അതിനകത്ത് കിടന്ന് നന്നായിട്ട് വേകണം. ഇനി നമ്മൾ പാത്രം ഒന്ന് അടച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് വേകട്ടെ. നമ്മളുടെ കൊഴുക്കട്ടയെല്ലാം നന്നായിട്ട് വെന്ത് ഈ ചാറൊക്കെ ഒന്ന് കുറുകി വരുമ്പോൾ നമ്മളുടെ ബാക്കി കാര്യം ചെയ്യാം. അപ്പോൾ നമ്മളുടെ ചമ്മന്തി കൊഴുക്കട്ട ഇവിടെ ഏതാണ്ട് റെഡി ആയി കഴിഞ്ഞു. അതിൻ്റെ ചാറെല്ലാം കുറുകി, കണ്ടില്ലേ, ആ കൊഴുക്കട്ട എല്ലാം വെന്തിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് ഒരു കുറുകിയ നല്ല കൊഴുത്ത ചാറായിട്ട് ഇരിക്കുകയാണ്. ഇനി ഇത് നമ്മൾ ഈ അടുപ്പിൽ നിന്നൊന്ന് മാറ്റി വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് താളിക്കാം. ഇതേ അടുപ്പിലേക്ക് ഫ്രൈയിങ് പാൻ വെച്ച് ചൂടാക്കി കുറച്ച് വെളിച്ചെണ്ണ, ഒരു 1-1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 1 ടേബിൾ സ്പൂൺ ആയാലും മതി. അതിലേക്ക് കൊച്ചുള്ളി, കടുകൊന്നും വേണ്ട, നമ്മളത് ചെറിയ ഉള്ളി, അതിൻ്റെ കൂടെ കറിവേപ്പില, അപ്പോൾ ഉള്ളിയുടെയൊക്കെ നിറം മാറി തുടങ്ങുന്നു. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇനി നമുക്ക് നമ്മളുടെ കൊഴുക്കട്ട അതിൻ്റെ ചമ്മന്തി ചാറോടുകൂടി വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഈ താളിച്ചത് ഒരു അലങ്കാരവുമാകും രുചിയുമാകും ഒഴിക്കാം. അങ്ങനെ മൂപ്പിച്ച ഉള്ളിയും ചെറിയ ഉള്ളിയും കറിവേപ്പിലയും, നല്ല മണം. അങ്ങനെ നമ്മളുടെ ചമ്മന്തി കൊഴുക്കട്ട ഇവിടെ റെഡിയായി കഴിഞ്ഞു. അതിൻ്റെ മുകളിൽ നമ്മൾ ആ വറുത്ത ചെറിയ ഉള്ളി കറിവേപ്പില വെളിച്ചെണ്ണയോടുകൂടി ഒഴിച്ചു.
കഴിക്കുന്ന സമയം നമ്മളിതൊന്ന് ഇളക്കി, അപ്പോൾ ഈ ഭാഗത്തേക്ക് എല്ലാവരും താളിച്ചതും ഇറങ്ങിച്ചെല്ലും. പിന്നെ ഇത് കഴിക്കുമ്പോൾ നല്ല സ്വാദാണ്, അതിൻ്റെ ആ അരപ്പോട് കൂടിയല്ലേ നമ്മൾ കഴിക്കുന്നത്. ഒരു ചമ്മന്തിയുടെക്കാട്ടിലും കുറച്ചും കൂടെ ഒരു സ്വാദാണ്. കാര്യം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ആ സവാള അതിൻ്റെ കൂടെ ഇട്ട് വേവിച്ചിട്ടുണ്ട്, അതും കഴിക്കാൻ കിട്ടും. നല്ല കുറുകിയ ചാറ്, അതിൻ്റെയോടൊപ്പം നമ്മുടെ കൊഴുക്കട്ടയും എല്ലാം കൂടി ചേർന്നിട്ട് എന്താ രസം. ഇതിന് പ്രത്യേകിച്ച് വേറെ സൈഡ് ഡിഷ് ഒന്നും വേണ്ട. ഇത് തന്നെ ഒരു ഫില്ലിംഗ് ആയിട്ടുള്ളൊരു വിഭവമാണ്. നിങ്ങൾക്ക് രാവിലെ പ്രാതലിന് വേണമെങ്കിലും ആകാം, വൈകുന്നേരത്തെ 4 മണി പലഹാരമാകാം, അതല്ലെങ്കിൽ രാത്രിത്തെ അത്താഴത്തിന് വേണമെങ്കിലും തയ്യാറാക്കാം. എന്തായാലും തീർച്ചയായിട്ടും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടം.